വിഷ്ണു സുരേഷ് കൂടി നമുക്കൊപ്പം ചേരുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്, പറയൂ. SKN ഗുഡ് മോർണിംഗ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ 3 കേസുകളാണ് SIT രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ കേസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നത്. നേരത്തെ തിരുവനന്തപുരം സെഷൻസ് കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. അതിന് പിന്നാലെയാണ് ഹൈക്കോടതിയിലേക്ക് എത്തിയത്. ഹൈക്കോടതിയിൽ SIT സ്വീകരിക്കുന്നത് വളരെ ശക്തമായ നിലപാടാണ്. രാഹുലിന് ജാമ്യം നൽകരുത് എന്ന് SIT വ്യക്തമാക്കുന്നുണ്ട്. രാഹുലിന് ജാമ്യം നൽകി പുറത്തിറങ്ങിയാൽ കേസ് അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് അതിജീവിതയെ കൂടി കക്ഷി ചേർത്തിരുന്നു. രാഹുൽ പുറത്തിറങ്ങിയാൽ തന്റെ ജീവന് പോലും ഭീഷണിയുണ്ട് എന്ന സത്യവാങ്മൂലമാണ് അതിജീവിത നൽകിയിട്ടുള്ളത്. അങ്ങനെ എല്ലാ വശത്തു നിന്നും ശക്തമായ എതിർപ്പ് രാഹുലിന്റെ ജാമ്യവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. രാഹുൽ ആകട്ടെ അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കാം, ഈ പരാതി തന്നെ രാഷ്ട്രീയ പ്രേരിതം എന്ന നിലപാടാണ് ഹൈക്കോടതിയിൽ സ്വീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 3 തവണ ഈ കേസ് കോടതിയിൽ വന്നെങ്കിലും കാര്യമായ വാദപ്രതിവാദങ്ങളിലേക്ക് പോയിരുന്നില്ല. ഇന്ന് അത്തരത്തിലൊരു വാദമുഖം തുറക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. 700ാമത്തെ ലിസ്റ്റിലാണ് കേസ് ഉള്ളത്. പക്ഷേ നിലവിൽ രാഹുലിനെ സംബന്ധിച്ച് ഈ കേസിൽ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് രാഹുലിന്റെ അറസ്റ്റ് ഈ കോടതിയിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനം ഉണ്ടാകുന്നവരെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് ഹൈക്കോടതിയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിൽ ഇതുവരെ SITക്ക് രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തതും. ഇന്നിപ്പോൾ ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ വാദത്തിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. അതോടൊപ്പം തന്നെ രാഹുലിന്റെ അറസ്റ്റ് നീട്ടുമോ ഇല്ലയോ എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ബെഞ്ചാണ് രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ, ആദ്യ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുന്നത്. SK. താങ്ക് യു വിഷ്ണു സുരേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.